എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ശരത് കുമാർ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് TCC അഥവാ തൃപ്പൂണിത്തറ ക്രിക്കറ്റ് ക്ലബിന്റെ മുന്നിലാണ്. ഇന്നിവിടെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഉത്സവത്തിന്റെ കൊടിയേറ്റ് നടക്കുവാൻ പോവുകയാണ്. അതെ, നമ്മുടെ പൂജാ ക്രിക്കറ്റിന് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. 1951 ആരംഭിച്ച ഇന്ത്യയിലെയും ഒരുപക്ഷെ ലോകത്തിലെയും ഏറ്റവും പഴക്കമുള്ള ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റാണ് നമ്മുടെ സ്വന്തം പൂജാ ക്രിക്കറ്റ്. ലോകത്ത് ആദ്യമായി നിശ്ചിത ഓവർ ക്രിക്കറ്റിന് തുടക്കം കുറിച്ച തൃപ്പൂണിത്തറ പാലസ് ഓവലിൽ മറ്റൊരു ചരിത്രം കുറിക്കുകയാണ്. കോവിഡ് പോലെ വലിയ മഹാമാരി വന്നിട്ടും ഒരു മുടക്കവും കൂടാതെ തുടർച്ചയായി 75 വർഷം ഒരു ടൂർണമെന്റ്. ഇത് തന്നെയാണ് പൂജാ ക്രിക്കറ്റിന് ഇത്രയേറെ പ്രാധാന്യം കൽപ്പിക്കുന്നത്. TCCയുടെ കപ്പിത്താനായ ശ്രീ സന്തോഷ് സ്ലീബായേട്ടന്റെ നേതൃത്വത്തിൽ അവസാന മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ട്രോഫികൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ശ്രീ കുനാൽ വിശ്വം സാറിനെ പോലുള്ള പ്രതിഭകളുടെ സംഭാവനകൾ എത്ര വലുതാണെന്ന്. KV കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആദ്യ സെക്രട്ടറി ആയിരുന്ന ശ്രീ കേളപ്പൻ തമ്പുരാൻ തുടങ്ങിവെച്ച ഈ മാമാങ്കം 75 വർഷമായിട്ടും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പഴയകാല ഭാരവാഹികളും കളിക്കാർക്കുമെല്ലാം TCCയുടെ നാവിയോ സ്പോൺസർ ചെയ്ത ടീഷർട്ടുകൾ വിതരണം ചെയ്യുകയുണ്ടായി. ശ്രീ കേളപ്പൻ തമ്പുരാന്റെ 2 മക്കളാണ് ഇത്തവണത്തെ പൂജാ ക്രിക്കറ്റ് ക്ലബിന്റെ ഫ്ലാഗ് TCC ഭാരവാഹികൾക്ക് കൈമാറിയത്. ഈ ക്ലബിൽ കളിച്ച് പ്രശസ്തരായ പല മഹാരാജന്മാരെയും നേരിൽ കാണുവാനും അവരുമൊത്ത് അല്പസമയം ചെലവിടുവാനും സംസാരിക്കുവാനും കഴിഞ്ഞത് എന്റെ ഭാഗ്യമായി കരുതുന്നു. നമ്മൾ ഇത്രയും നേരം കാത്തിരുന്ന നമ്മുടെ മുഖ്യാതിഥി ഇതാ എത്തുകയുണ്ടായി. ആദ്യത്തെ ബെസ്റ്റ് വിക്കറ്റ് കീപ്പർ ഇൻ ദ വേൾഡ് എന്ന ബഹുമതി കിട്ടിയ പത്മശ്രീ സയ്യിദ് കിർമാണി സാറാണ് നമ്മുടെ ഈ 75ാമത് പൂജ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ വന്നത്. 1976 മുതൽ 1986 വരെ ഇന്ത്യൻ ടീമിൽ കളിച്ച അദ്ദേഹം 1983 ലോകം നേടിയ ഇന്ത്യൻ ടീമിലെ ഒരംഗമായിരുന്നു. മികച്ച വിക്കറ്റ് കീപ്പറിനും മികച്ച ബാറ്ററുമായി അദ്ദേഹം അറിയപ്പെടുന്നു. ഇത് സ്വപ്നമാണോ സത്യമാണോ എന്നെനിക്കറിയില്ല. എന്നാലും അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിഞ്ഞതിൽ ദൈവത്തോടും TCCയോടുമുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. TCCയിലെ ഇപ്പോഴത്തെ ഭാരവാഹികളും മുൻ ഭാരവാഹികളും പഴയ രഞ്ജി കളിക്കാരും ഉൾപ്പെടെ നിരവധി ആൾക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ച് അദ്ദേഹവുമായിട്ടുള്ള പല സൗഹൃദങ്ങളും പലരും ഓർത്തെടുക്കുകയുണ്ടായി. ഒരിക്കൽ പൂജ ക്രിക്കറ്റ് കളിച്ച സയ്യിദ് കിർമാണി എന്ന വിക്കറ്റ് കീപ്പർ
അതേ പൂജ ക്രിക്കറ്റിന്റെ 75ാം വാർഷികത്തിൽ മുഖ്യാതിഥിയായി വന്നത് TCC ഭാരവാഹികളുടെ കൂട്ടായ്മയുടെ വിജയമാണ്. സീനിയർ ക്രിക്കറ്ററും ദ ഹിന്ദു ദിനപത്രത്തിന്റെ മുൻ സീനിയർ ഡെപ്യൂട്ടി എഡിറ്ററുമായിട്ടുള്ള കെ പ്രദീപ് മാഷിന്റെയൊക്കെ ഓർമ്മകൾ അദ്ദേഹം പങ്കുവയ്ക്കുകയുണ്ടായി. പഴയകാല രഞ്ജി പ്ലേയേഴ്സായ എസ് സന്തോഷ്, എസ് രമേഷ്, സുനിൽ ഒയാസിസ്, കെ സുനിൽ, ദീപാലയചന്ദ്രൻ, ഫിറോസി റഷീദ്, മാത്യു, PG ഗണേഷ്, പി ജയരാജ്, സുരാബിംബി, കമറുദ്ദീൻ, MA സതീഷ്, പി മനോജ് എന്നിവരുടെയൊക്കെ സാന്നിധ്യം പഴയകാല സൗഹൃദത്തിന്റെ ഒത്തുചേരലിന്റെ ഒരു ഉത്സവമായി മാറി. നമ്മുടെ TCCയിലെ കൊച്ചു കുട്ടിത്താരങ്ങളെല്ലാവരും അദ്ദേഹത്തെ കാണുവാനും ഒരു ഫോട്ടോ എടുക്കുവാനും പരിചയപ്പെടുവാനും വേണ്ടി വളരെ ഉത്സാഹത്തോടുകൂടി നിൽക്കുന്നുണ്ടായിരുന്നു. ഫോർമർ ദുലു ട്രോഫി പ്ലെയറും ഫോർമർ കേരള കോച്ചുമായിട്ടുള്ള ബാലേന്ദ്രൻ സാറുമായിട്ടുള്ള സൗഹൃദം അദ്ദേഹം പങ്കുവെക്കുകയുണ്ടായി. പൂജ ക്രിക്കറ്റിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് അദ്ദേഹത്തിന് വലിയൊരു സ്വീകരണമാണ് TCC മെമ്പേഴ്സ്, TCC ഭാരവാഹികളും എല്ലാവരും ചേർന്ന് നൽകുകയുണ്ടായത്. സ്റ്റാച്യു ജംഗ്ഷനിൽ നിന്നും തുറന്ന ജീപ്പിൽ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടുകൂടി ടൂർണമെന്റിന്റെ സംഘാടകരായ തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ് അദ്ദേഹത്തെ ഗംഭീര സ്വീകരണമാണ് നൽകുകയുണ്ടായത്. എല്ലാ സ്വീകരണങ്ങളും ഏറ്റുവാങ്ങി ഗ്രൗണ്ടിലെത്തിയ അദ്ദേഹം TCCയിലെ കൊച്ചു കളിക്കാർക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കാൻ മറന്നില്ല.
എൻ്റെ മകൻ സൗരവനും കിട്ടി. അവന് നിധി പോലെ എന്നും സൂക്ഷിച്ചു വയ്ക്കുവാൻ ഒരു നല്ലൊരു കയ്യൊപ്പ്. കുട്ടികളുടെ ഈ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കുന്നതിലും അപ്പുറം തന്നെയായിരുന്നു. എനിക്ക് മോനോടൊപ്പം അദ്ദേഹത്തിൻ്റെയോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ ഒന്ന് കാണുവാനും ഒരു ഫോട്ടോ എടുക്കുവാനും സാധിച്ചതൊക്കെ ദൈവത്തിൻ്റെ അനുഗ്രഹം, അല്ലാതെ എന്തു പറയാൻ. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന ശുഭമുഹൂർത്തമെത്തി. നമ്മുടെ 75ാമത് പൂജ ക്രിക്കറ്റിൻ്റെ ഉദ്ഘാടനം. അതിലേക്ക് നമ്മുടെ പ്രമുഖ വ്യക്തികൾ ഓരോരുത്തരെയായി നമ്മുടെ സ്റ്റേജിലേക്ക് വിളിച്ചുകൊണ്ടേയിരുന്നു. ഈശ്വര പ്രാർത്ഥനയോടുകൂടി യോഗ നടപടികൾ ആരംഭിച്ചു. മനോമോഹനാകാര കാരുണ്യശീല ജഗനിവാസ ലോകൈകനാഥ മനോമോഹനാകാര കാരുണ്യശീല ജഗനിവാസ. സ്വാഗത പ്രസംഗം നടത്തിയത് നമ്മുടെ TCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള നമ്മുടെ സ്വന്തം CG ശ്രീകുമാരേട്ടനാണ്. അതിനുശേഷം TCCയുടെ പ്രസിഡന്റ് സന്തോഷ് ശ്രീബായേട്ടൻ അധ്യക്ഷ പ്രസംഗം നടത്തുകയുണ്ടായി. നമ്മുടെ മുഖ്യ ഉദ്ഘാടകൻ പത്മശ്രീ സയ്യിദ് കിർമാണി സാർ ഫ്ലാഗ് ഉയർത്തുകയുണ്ടായി. ഫോർമർ തുലു ട്രോഫി പ്ലെയറായിട്ടുള്ള ശ്രീ ബാലേന്ദ്രൻ സാർ ആശംസ അർപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ 30 വർഷമായി TCC ക്ലബിൽ കളിക്കുന്ന TCC മെമ്പറായിട്ടുള്ള ഹരിദാസ് സാറാണ് ഈ ഒരു മനോഹരമായിട്ടുള്ള പിച്ചും ഗ്രൗണ്ടും ഒക്കെ നമുക്ക് വേണ്ടി സെറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്ത ആശംസ അർപ്പിച്ചത് സീനിയർ ക്രിക്കറ്ററായ പ്രദീപ് മാഷാണ്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന നിമിഷമെത്തി. ഭദ്രദീപം തെളിച്ചുകൊണ്ട് പത്മശ്രീ സയ്യിദ് കിർമാണി സാർ നമ്മുടെ 75ാമത് പൂജ ക്രിക്കറ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. തുടർന്ന് എല്ലാവരും കാത്തിരുന്ന നമ്മുടെ ഉദ്ഘാടന പ്രസംഗം. Executive members of the Tripura
Cricket Club, distinguished dignitaries on the dais. It will take a very long time for me to take the names of all the dignitaries on the dais, and of course, and my fellow cricketers of Kerala, the captains of former cricketers, captains of Kerala, and the cricket lovers who are present out here on this very auspicious occasion of the 75th anniversary of inauguration of the Tripura Cricket Club. 75ാമത് പൂജ ക്രിക്കറ്റിന് 2 പ്രത്യേകതകൾ കൂടിയുണ്ട്. ഒന്ന്, പിങ്ക് ബോളിൽ കളിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഡേ നൈറ്റില് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു മത്സരം അരങ്ങേറുന്നത്. ഇതിന് മുഖ്യ പങ്ക് വഹിച്ചത് നമ്മുടെ സെക്രട്ടറി CG ശ്രീകുമാരേട്ടനാണ്. TCCയുടെ ആദരമായി കിർമാണി സാറിന് നല്ലൊരു മൊമെന്റോ തന്നെ ഭാരവാഹികളെല്ലാവരും ചേർന്ന് കൊടുക്കുകയുണ്ടായി. അതിനുശേഷം ആശംസ പറഞ്ഞത് നമ്മുടെ മെയിൻ സ്പോൺസറും ജനറൽ കൺവീനറുമായ അജയ് തമ്പിച്ചേട്ടനാണ്. KCA ജോയിന്റ് സെക്രട്ടറി ശ്രീ ബിനീഷ് കൊടിയേരിയും ആശംസ പറയുകയുണ്ടായി. അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഷിജു സാർ ആശംസ പറയുകയുണ്ടായി. വാർഡ് കൗൺസിൽ ജയകുമാരേട്ടനും ആശംസ പറയുകയുണ്ടായി. CPM ഏരിയ സെക്രട്ടറി വാസുദേവനേട്ടനും ആശംസ പറയുകയുണ്ടായി. തുടർന്ന് റിട്ടയർഡ് SP ബിജു അലക്സാണ്ടർ സാർ ആശംസ പറയുകയുണ്ടായി. TCCയുടെ ട്രഷറർ കൃഷ്ണദാസ് കർത്ത എല്ലാവർക്കുമുള്ള നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് സെയ്ദ് കിർമാണി സാറിന്റെ ആത്മകഥ സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് ദ 22 യാർഡ്സ് പ്രകാശനം ചെയ്തു. കഴിഞ്ഞ ഡിസംബറിൽ ബംഗളൂരുവിൽ പ്രകാശനം ചെയ്ത പുസ്തകത്തിന്റെ കേരളത്തിലെ പ്രകാശനമാണ് ഇവിടെ നടത്തിയത്. എൻ്റെ ജീവിതത്തിലെ മനോഹരമായ നിമിഷങ്ങളിലൊന്ന്. എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. ഇദ്ദേഹത്തെ പോലുള്ള ലെജൻഡിന്റെ ആത്മകഥയിൽ അദ്ദേഹം തന്നെ ഒപ്പിട്ട് എനിക്ക് കൈമാറുന്നു. ഇത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് പ്രാവർത്തികമാക്കിയ ദൈവത്തോടും TCC ഭാരവാഹികളോടുമുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ജീവിതം അതങ്ങനെയാണ്. ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടുള്ള പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കും. എനിക്കും എൻ്റെ മകനും കിട്ടിയ ഈ ഒരു നിധി ഞങ്ങളുടെ നിധിശേഖരത്തിലെ ഒരു മണിമുത്തായിട്ട് എന്നും നിലനിൽക്കും. ഇനി ക്രിക്കറ്റ് മാമാങ്കം തുടങ്ങിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, കമൻറ്റ് ചെയ്ത്, ഷെയർ ചെയ്യൂ. ബൈ.